ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നിലവിലെ അവസ്ഥയും ഇന്ത്യ-US ബന്ധത്തിന്റെ പരിണാമവും 2025 വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചു എന്ന പ്രസ്താവനയും ഇന്ത്യൻ സാധനങ്ങൾക്ക് 25% തീരുവ പ്രഖ്യാപിച്ചതും വലിയ വിവാദങ്ങൾക്ക് ഇതിനോടകം തന്നെ വഴിവെച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പ്രസ്താവനകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യവും ഇന്ത്യ-US ബന്ധത്തിന്റെ നിലവിലെ സ്ഥിതിയും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2025 ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2025 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 6.6% വളർച്ച നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ചയെ അപേക്ഷിച്ച് വളരെയേറെ ശ്രദ്ധേയമാണ്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ശക്തമായ ആഭ്യന്തര ഉപഭോഗവും നിക്ഷേപവും കൊണ്ടാണ് ഈ വളർച്ച സ്വന്തമാക്കുന്നത്. ഡെലോയിറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് GDP 6.2% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. S&P ഗ്ലോബൽ റേറ്റിംഗ് 6.5% വളർച്ച പ്രവചിക്കുന്നുമുണ്ട്. സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ ഉപഭോക്തൃ ചെലവ് വർദ്ധിപ്പിക്കുകയും GDP-യിൽ 0.6% മുതൽ 0.7% വരെ വർധനവ് വരുത്തുകയും ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അമേരിക്കയുടെ തീരുവ വർധന ഇന്ത്യൻ കയറ്റുമതിയെ 0.1% മുതൽ 0.3% വരെ ബാധിച്ചേക്കാം. ഇന്ത്യയുടെ കാർഷിക മേഖല 18.4% GDP-യിൽ സംഭാവന ചെയ്യുന്നുണ്ടെങ്കിലും 45.5% തൊഴിലാളികളെ തൊഴിൽ നൽകുന്നുണ്ട്. രാസവ്യവസായം പ്രത്യേകിച്ച് കാർഷിക രാസവ്യവസായം 2025 $300-400 ബില്യൺ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കാർഷിക രാസവസ്തു കയറ്റുമതിക്കാരനായി മാറിയിരിക്കുകയുമാണിപ്പോൾ. 171 ദശലക്ഷം ആളുകൾ 2011 മുതൽ 2023 വരെ അതീവ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി എന്ന ലോകബാങ്കിന്റെ റിപ്പോർട്ടും ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ടും ഉയർന്ന താരിഫുകൾ, സങ്കീർണമായ നിയന്ത്രണങ്ങൾ, ആഗോള വ്യാപാരത്തോടുള്ള സംരക്ഷണവാദ നിലപാട് എന്നിവ വിദേശ നിക്ഷേപകർക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യ-US ബന്ധത്തിന്റെ കാര്യത്തിൽ 2025 സൗഹൃദം മരിച്ചു എന്ന് പറയുന്നത് അതിശയോക്തിയാണ്. പക്ഷേ ബന്ധം സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് എന്നതാണ് യഥാർത്ഥ സത്യം. 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടിൽ ഈ ബന്ധം വളരെയേറെ ശക്തമായിട്ടുണ്ട്. 2015-നും 2023-നും ഇടയിൽ നടത്തിയ ഗാലപ്പ് സർവേകൾ അനുസരിച്ച് 70 മുതൽ 79% അമേരിക്കക്കാർ ഇന്ത്യയെ രാജ്യത്തിന് അനുകൂലമായി നിൽക്കുന്ന രാഷ്ട്രം എന്ന രീതിയിലാണ് കാണുന്നത്. 2021 നടത്തിയ മോർണിംഗ് കൺസൾട്ടന്റ് സർവേയിൽ 79% ഇന്ത്യക്കാർ US ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രം എന്ന് കണ്ട് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുമുണ്ട്. ഇത് 15 പ്രധാന രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന അനുകൂല നിരക്കാണ്. എന്നാൽ 2025 ട്രംപിന്റെ നയങ്ങൾ ഈ ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരവും ആയുധം വാങ്ങലും ഒക്കെ ട്രംപ് കാര്യമായിട്ട് വിമർശിച്ചു. ഇന്ത്യൻ സാധനങ്ങൾക്ക് 25% പരസ്പര തീരുവ പ്രഖ്യാപിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. പാകിസ്ഥാനുമായുള്ള വ്യാപാര ഊർജ്ജ വികസന കരാറിനെ കുറിച്ചുള്ള ട്രംപിന്റെ പ്രഖ്യാപനവും ഇന്ത്യ-പാക് ബന്ധത്തെ സങ്കീർണമാക്കുന്ന പ്രധാന ഘടകമായി മാറുകയാണ്. US സെനറ്റർ ലിൻഡി ഗ്രഹാം റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച ബിൽ കൂടുതൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഈ നടപടികൾ ഇന്ത്യയുടെ കയറ്റുമതി പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. 2021-22 ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാരം $119.42 ബില്യൺ എത്തിയിരുന്നു. എന്നിരുന്നാലും ഇന്ത്യ-US ബന്ധം പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നില്ല. 2025 ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വാഷിംഗ്ടണിലേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട്. US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ജാമിസൺ ഗ്രിയറുമായും വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലൂട്ട്നിക്കുമായും ചർച്ചകളും അദ്ദേഹം നടത്തി. ജൂൺ 9 അവസാനിക്കുന്ന തീരുവ ഇടവേളയ്ക്കുള്ളിൽ ഒരു വ്യാപാര കരാർ ഉറപ്പാക്കാനും ശ്രമിക്കുന്നുണ്ട്. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും പ്രതിരോധം, വ്യാപാരം, സാങ്കേതിക വിദ്യ എന്നിവ ചർച്ച ചെയ്യാൻ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. US ഇന്ത്യ കാറ്റലൈസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മിലിറ്ററി പാർട്ട്ണർഷിപ്പ് ആക്സിലേറ്റഡ് കൊമേഴ്സ് ടെക്നോളജി എന്ന പുതിയ സംരംഭവും ആരംഭിച്ചു. ഇന്ത്യയും US-ഉം തമ്മിലുള്ള സഹകരണം ചൈനയെ നേരിടാനുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലും ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിലും വ്യക്തമാണ്. 2020 അരുണാചൽ പ്രദേശിൽ ചൈനീസ് സൈന്യത്തിന്റെ സ്ഥാനവിവരങ്ങൾ US ഇന്ത്യയുമായി പങ്കുവച്ചത് ഈ സഹകരണത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്.
ഇന്ത്യൻ അമേരിക്കൻ ഡയസ്പോറ 4.5 ദശലക്ഷത്തിലധികം ആളുകളുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ കൈമാറ്റങ്ങളാൽ ശക്തപ്പെടുന്നുണ്ട്. 2019 2,02,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് US പഠിച്ചത്. ഇത് US സമ്പദ് വ്യവസ്ഥയ്ക്ക് $8 ബില്യൺ സംഭാവനയും ചെയ്തു. എന്നാൽ ട്രംപിന്റെ ഇന്ത്യ പാകിസ്ഥാൻ റീഹൈഫനേഷൻ നയവും കശ്മീർ വിഷയത്തിൽ ഇന്ത്യയെയും പാകിസ്ഥാനും തുല്യമായി കാണുന്ന നിലപാടും ഇന്ത്യൻ പാർലമെന്റ് അംഗ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചിട്ടുണ്ട്. 2025 ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ട്രംപ് ഈ ആക്രമണത്തെ വലിയ ദുരന്തമെന്ന് വിശേഷിപ്പിക്കുകയും ഇന്ത്യക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുവെങ്കിലും ഇന്ത്യ സ്വന്തമായി കൈകാര്യം ചെയ്യുമെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. മൊത്തത്തിൽ ഇന്ത്യ US ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വ്യാപാര തർക്കങ്ങളും ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങളും ഈ ബന്ധത്തെ ഇപ്പോൾ പരീക്ഷണത്തിലാണ് നിർത്തുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ട്രംപിന്റെ വിമർശനങ്ങൾക്ക് വിരുദ്ധമായി ശക്തമായ വളർച്ച കാണിക്കുന്നുണ്ട്. 2031 GDP $7.5 ട്രില്യൺ എത്തുമെന്നാണ് മോർഗൻ സ്റ്റാൻലി പ്രവചിക്കുന്നത്. ഇന്ത്യ ആഭ്യന്തര ഡിമാൻഡ്, സർക്കാർ ചെലവുകൾ, ആഗോള വ്യാപാരത്തിൽ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം എന്നിവയിലൂടെ ഈ വളർച്ച തുടരുക തന്നെ ചെയ്യും. ഇന്ത്യ US ബന്ധം വെല്ലുവിളികൾക്കിടയിലും തന്ത്രപരമായ പങ്കാളിത്തവും പരസ്പര താൽപര്യങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ ചില പ്രസ്താവനകൾ ഇന്ത്യയെ കാര്യമായി ചൊടിപ്പിക്കാറുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതും പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിൽ അമേരിക്കയുടെ കൈകടത്തൽ അനുവദിച്ചു കൊടുക്കാത്തതും കാരണം ഇന്ത്യയോട് തീർത്താൽ തീരാത്ത പകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മരിച്ചു എന്ന് പറയാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകവും ആ പക തന്നെയാണ്. ഇന്ത്യയുടെ സമ്പദ്ഘടന മരിച്ചുവെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യയുടെ സമ്പദ്ഘടന മരിച്ചിട്ടില്ലെന്ന് പാർലമെന്റിൽ വ്യാഴാഴ്ച വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ മറുപടി നൽകുകയായിരുന്നു. ഇന്ത്യയുടെ സമ്പദ്ഘടന മരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയാണ്. പീയൂഷ് ഗോയലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇന്ത്യയും ട്രംപും തമ്മിലുള്ള വാക്തർക്കം മൂർച്ഛിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പീയൂഷ് ഗോയൽ നൽകിയ മറുപടി ശ്രദ്ധേയമാകുന്നത്. നേരത്തെ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ കാറ്റിൽ പറത്താൻ കഴിയില്ലെന്നായിരുന്നു ഇന്ത്യ നൽകിയ മറുപടി. പെട്രോളും ഡീസലും വിലക്കുറവിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാൻ സാധിക്കണം, അതിന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയേ തീരൂ എന്ന നിലപാടിലാണ് ഇപ്പോഴും ഇന്ത്യ. മാത്രവുമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും വാതകം വാങ്ങുമ്പോൾ ഇന്ത്യയോട് മാത്രം റഷ്യയുടെ ഇന്ധനം വാങ്ങരുതെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചത്. ഇതിന് പ്രതികാരമായി ഇന്ത്യക്കെതിരെ 25% വ്യാപാര തീരുവയും ഏർപ്പെടുത്തി ശിക്ഷിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. പക്ഷേ നേരത്തെ UK-യുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിനാൽ ഇത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാകില്ലെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും അമേരിക്കയുടെ ഭീഷണിയിലോ അവർ ഇറക്കുന്ന പ്രസ്താവനകളിലോ അങ്ങോട്ട് ഇല്ലാതാകുന്നതല്ല ഇന്ത്യയുടെ സാമ്പത്തിക മേഖല. പെട്ടെന്ന് വളരുന്നതാണ് നമ്മുടെ സാമ്പത്തിക മേഖല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ എന്നും സ്വീകരിച്ചിരിക്കുന്ന നയം. റഷ്യയെ ഉപരോധം ഏർപ്പെടുത്തി അങ്ങോട്ട് നശിപ്പിച്ച് കളയാമെന്ന ധാരണ പാടെ തിരുത്തുന്ന നയമാണ് 2022 മുതൽ ഇന്ത്യ സ്വീകരിച്ചത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ സധൈര്യം മുന്നോട്ട് വന്നപ്പോൾ മുതൽ അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ദേഷ്യവും പകയും പ്രതികാരവും ഒക്കെയായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 25% തീരുവയും മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന വിമർശനവും ഇന്ത്യയിലെ വലിയ വെല്ലുവിളികൾക്ക് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ നടത്തിയ 6 മിനിറ്റിലധികം നീണ്ട പ്രസ്താവന ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നത് തന്നെയാണ്. ട്രംപിന്റെ വിമർശനങ്ങൾക്കും തീരുവ പ്രഖ്യാപനത്തിനും മറുപടിയായി ദേശീയ താൽപര്യങ്ങൾക്ക് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഗോയൽ ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളരുകയാണെന്നും ലോകത്തെ ഏറ്റവും വലിയ 5 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറിയെന്നും സ്വയം പര്യാപ്തതയിലേക്കുള്ള പാതയിൽ ശക്തമായി മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപിന്റെ 25% തീരുവ പ്രഖ്യാപനം ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങളിൽ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവാണ് സൃഷ്ടിക്കുന്നത്. ഓഗസ്റ്റ് 1 മുൻപ് ഒരു വ്യാപാര കരാറിൽ എത്തിച്ചേരാമെന്ന് ട്രംപ് നേരത്തെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അത് സാധ്യമാകാതെ വന്നതാണ് ഈ തീരുവ വർധനവയ്ക്ക് കാരണമായത്. ഇന്ത്യയുടെ കാർഷിക ഡയറി മേഖലകൾ തുറന്നു കൊടുക്കണമെന്ന ട്രംപിന്റെ നിർബന്ധം ഇന്ത്യ നിരസിച്ചതാണ് കരാർ ചർച്ചകൾക്ക് പരാജയപ്പെടാനുള്ള കാരണമായിരിക്കുന്നത്. ഈ മേഖലകൾ സാമ്പത്തികമായും രാഷ്ട്രീയമായും അതീവ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ ഇന്ത്യ അവയെ വ്യാപാര കരാറുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ നിലപാട് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകളിലും സ്വീകരിച്ച നയം തന്നെയാണ്. ട്രംപിന്റെ മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന പരാമർശം ഇന്ത്യയെ അപമാനിക്കുന്നതായിരുന്നു. ഈ വിമർശനത്തിന് മറുപടിയായി പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ശക്തമായ ചിത്രമാണ് അവതരിപ്പിച്ചത്. 10 വർഷം മുൻപ്
ഫ്രജൽ 5 എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF പ്രകാരം ഇന്ത്യ ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകും. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ജർമ്മനിയെ മറികടന്ന് 3ാമതെത്തും. IMF വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലോകത്തിന്റെ 16% വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നുണ്ടെന്ന് ഗോയൽ ചൂണ്ടിക്കാണിച്ചു. കർഷകർ, ചെറുകിട ഇടത്തരം സംരംഭകർ, യുവാക്കൾ എന്നിവരുടെ കഠിനാധ്വാനവും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പരിഷ്കാരങ്ങളുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്ര ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും ഗോയൽ ഊന്നി പറയുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ കേന്ദ്രമായി മാറിയിരിക്കുകയാണിപ്പോൾ. യുവാക്കളുടെ കഴിവും നവീനതയും ഇന്ത്യൻ വ്യവസായത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. 2047ഓടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് സുസ്ഥിരവും സമഗ്രവുമായ വളർച്ചയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും ഗോയൽ വ്യക്തമാക്കി. അതായത് ട്രംപിന്റെ യാതൊരു പണിയും ഇന്ത്യയിൽ നടക്കില്ലെന്നാണ് ഗോയലിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.